വെൽക്കം ബാക്ക് ടു മൈ ചാനൽ LKL സ്റ്റാർ മാത്സ് ക്ലാസ്. ഇന്ന് നമ്മൾ 10th സ്റ്റാൻഡേർഡ് CBSEയിലെ അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ എക്സസൈസ് 5.2 സെക്കൻഡ് സെക്ഷനാണ് കേട്ടോ. സെക്കൻഡ് സെക്ഷൻ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ചൂസ് ദ കറക്റ്റ് ചോയ്സ് ഇൻ ദ ഫോളോയിങ് ആൻഡ് ജസ്റ്റിഫൈ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതിൽ ഫസ്റ്റ് വൺ എന്താണ്? 30th ടേം ഓഫ് ദ AP 10,7,4 is എന്ന് പറഞ്ഞിട്ട് 3 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ആൻസർ ചൂസ് ചെയ്ത് എഴുതാനാണ്. ഇത് ചുമ്മാ കറക്കിക്കുത്തി എഴുതി വെക്കാനുള്ളതല്ല. നമ്മൾ എന്ത് ചെയ്യണം? nth ടേം ഓഫ് ആൻ AP നമ്മൾ കണ്ടെത്തണം. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? 30th ടേം ഓഫ് ദ AP ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, ഇത് തേർഡ് ടേം, അങ്ങനെ 4th, 5th, 6th ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിയുമ്പോൾ 30th ടേം ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിൽ ഏത് വരും എന്നാണ് നമ്മളോടുള്ള ചോദ്യം. അപ്പോൾ നമ്മൾ ഏതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഫോർമുല nth ടേം കാണാനുള്ള AN = A + n - 1 × D ആണ്. സോ നമുക്ക് ആ ഫോർമുല വെച്ചിട്ട് വേണം ഈ പ്രോബ്ലം ചെയ്യാൻ. ഈ സെക്ഷനിൽ ആകെ 2 ക്വസ്റ്റ്യനേ ഉള്ളൂ കേട്ടോ. അതിൽ 2 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. സോ ഇന്ന് നമ്മുടെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇത് രണ്ടുമാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ക്വസ്റ്റ്യൻ എടുത്ത് ഒന്നുകൂടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എങ്ങനെ എഴുതണം? നമുക്ക് ദ ഗിവൻ AP ഈസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുള്ള AP എടുത്ത് എഴുതാം. സി സോ ദ ഗിവൻ APയിൽ നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? 10, 7, 4. സോ അത് തന്നെ നമുക്കിവിടെ എടുത്ത് എഴുതാം കേട്ടോ. 10, 7 and 4. ഇനി നമുക്കിതിൽ നിന്ന് നമ്മുടെ ഫോർമുല നമ്മൾക്കറിയാലോ എന്താണ്? AN = A + n - 1 × D. ദിസ് ഈസ് അവർ ഫോർമുല അല്ലേ? nth ടേം കാണാനുള്ള. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇതിൽ A എന്താണ് എടുത്ത് എഴുതണം. അപ്പോൾ നമുക്ക് ഈ സൈഡിലേക്ക് മാറ്റി എഴുതാം. അതെ, A = എന്താണ്? ഈ ഫസ്റ്റ് ടേമിനെയാണ് A എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? n - 1 ആണ് പിന്നെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ എന്ത് കണ്ടെത്തണം? D കണ്ടെത്തണം. D എന്ന് പറയുന്നത് എങ്ങനെയാണ് കാണേണ്ടത്? ഈ 7, അതായത് ഇതാണ് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം. സോ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ആണ് നമ്മൾ ചെയ്യേണ്ടത്. സോ 7 - 10 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 7 - 10 അല്ലേ? റെഡ്യൂസ് ചെയ്യുമ്പോൾ എത്രയാണ്? 3 ആണ്. പക്ഷേ ഇതിൽ ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതാണ്? 10 ആണ്. സോ 10ൻ്റെ മുന്നിൽ ഇവിടെ ആരുണ്ട്? ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ആൻസറിൽ എന്ത് വരും? ആ ഒരു നെഗറ്റീവ് സൈൻ വരും. ക്ലിയർ ആയോ? ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരാളെയും കൂടി എഴുതാനുണ്ടല്ലോ. n നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ. എത്രാമത്തെ ടേമാണ്? 30th ടേമാണ്. സോ n 30. കണ്ടോ? അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. A 10, then D 7 - 10, which means what? Second term minus first term, and we got -3 here. Then what? n. കണ്ടോ? ഇക്വേഷനിൽ പറഞ്ഞിട്ടുള്ള ആ n അത് 30യും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെയൊക്കെ സ്ഥാനത്ത് ഇതും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അല്ലേ? അപ്പോൾ ഇവിടെ AN എന്നാണ്. അവിടെ നമുക്ക് എന്ത് എഴുതാം? A 30 എന്ന് എഴുതാം. ക്ലിയർ ആയല്ലോ? A 30. ഇനിയോ A എന്ന് പറയുന്ന ആൾ ഇവിടെ ഉണ്ടല്ലേ? 10 പ്ലസ് ഇവിടെ n - 1. സോ n എന്ന് പറയുന്നത് എന്താണ്? 30 - 1. നമുക്ക് ഡിഫറൻസ് എത്ര കിട്ടിയത്? -3. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇനി നമുക്ക് ഒന്നുകൂടെ എഴുതാം. A 30 = 10 പ്ലസ് 30 - 1 എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടുക? നമുക്ക് 29 ഇൻറ്റു, കണ്ടോ? 30 - 1 ഇൻറ്റു -3 എന്നാണ് നമ്മളിതിനെ റീഡ് ചെയ്യുന്നത് അല്ലേ? സോ ഇൻറ്റു -3. ക്ലിയർ ആയല്ലോ? ഇനി നോക്കിയേ. A 30 = 10 പ്ലസ് 29 ഇൻറ്റു -3 ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ -87 ആണ് നമുക്ക് ആൻസറായിട്ട് കിട്ടുക. ക്ലിയർ ആയല്ലോ? അപ്പോൾ നോക്കിയേ. A 30 = ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യുക അല്ലേ? 10ൽ 87 - 10. ബിക്കോസ് എന്താണ്? 87ൻ്റെ മുന്നിൽ ഇവിടെ എന്താണ്? നെഗറ്റീവാണ്. സോ ഇവിടെ നെഗറ്റീവ് ഉണ്ട്. 10ൻ്റെ മുന്നിൽ ആരും ഇല്ലെങ്കിൽ എന്താ അർത്ഥം? പോസിറ്റീവാണ്. സോ ഒരു നെഗറ്റീവും പോസിറ്റീവും കൂടെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സബ്ട്രാക്ട് ചെയ്യും. സോ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റി? 87 - 10 ചെയ്താൽ എത്ര കിട്ടുക? നമുക്ക് 77 കിട്ടും. പക്ഷേ ഇവിടെ ഗ്രേറ്റസ്റ്റ് നമ്പർ നോക്കുക. 87 അല്ലേ ഗ്രേറ്റ്? സോ ഗ്രേറ്റസ്റ്റ് നമ്പേഴ്സ് അതിൻ്റെ മുന്നിൽ എന്താ ഉള്ളത്? നെഗറ്റീവ്. അതുകൊണ്ട് നമ്മൾ ആൻസറിനും എന്തിടും? -77 കിട്ടും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഇവിടെ? കണ്ടോ? 30th ടേം ഓഫ് AP 10, 7. ഇതിൽ ഇങ്ങനെ പോയി വരുമ്പോൾ 30th, അതായത് 30ാമത്തെ ഒരു ടേം ഏത് നമ്പർ വരും എന്നാണ് ചോദ്യം തന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്തായിരുന്നു നമ്മുടെ ആൻസർ കിട്ടിയത്? -77 ആണ്. നോക്കിയേ, ഓപ്ഷൻസിൽ തന്നിട്ടില്ലേ? 97 ഉണ്ട്, 77 ഉണ്ട്, ദെൻ -77. സോ ദിസ് ഈസ് അവർ ആൻസർ. ക്ലിയർ? അപ്പോൾ നമ്മൾക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഞാനത് ടെക്സ്റ്റിലൊന്ന് കാണിച്ചു തരട്ടെ കേട്ടോ.
കണ്ടോ, ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. 11th ടേം ഓഫ് ദ എ പി -3, -1/2, 2 ഈസ്. ഇവിടെ എത്രാമത്തെ കാണാൻ പറഞ്ഞിരിക്കുന്നത്? 11th ടേം ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 1, 2, 3 ടേംസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനിയും ഉണ്ട് അങ്ങോട്ട് 4, 5, 6, 7 അപ് ടു 11th വരെ. സോ 11th ഏത് ടേം വരും, ഏത് നമ്പർ വരും എന്നാണ്. ഇവിടെ ഈ ഓപ്ഷൻസ് എന്താ തന്നിരിക്കുന്നത്? 28, എ, ബിയിൽ 22, ദെൻ സിയിൽ -38. അപ്പോൾ ഇതും നമ്മൾക്ക് ഇതുപോലെ ചെയ്തെടുത്താൽ മാത്രമേ ഇതിൽ ഏതാണ് നമ്മുടെ ആൻസർ എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. ഫസ്റ്റ് തന്നെ നമ്മൾ ഇക്വേഷൻ എഴുതുക, ദെൻ അതിൽ നിന്ന് എ എന്താണ് ഇതെല്ലാം എടുത്തെഴുതി വയ്ക്കുക. ഒക്കെ ചെയ്യാം നമുക്ക്. ഞാനിവിടെ ക്വസ്റ്റ്യൻ എടുത്ത് ഇതാട്ടോ, നമ്മുടെ എന്താണ് -3, പിന്നെന്താ -1/2, -1/2, then 2 ഇതുപോലെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇതിൽ വരുമ്പോൾ നമ്മൾക്ക് എത്രാമത്തെ ടേമാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? നമുക്ക് കണ്ടുപിടിച്ചെടുക്കേണ്ടത് 11th ടേമാണ്. സോ നമുക്ക് ആ ഇക്വേഷൻ എഴുതാം. എന്താണ് നമ്മുടെ ഇക്വേഷൻ? an = a + n - 1 × d. ദിസ് ഈസ് അവർ ഇക്വേഷൻ. സോ ഇവിടെ നമ്മളോട് പറയുന്നത് 11th ടേമാണ്. അതുകൊണ്ട് ഇവിടെ എന്തെഴുതാം? A11 എന്ന് എഴുതാം അല്ലേ. ഇത് എഴുതുന്നതിനേക്കാളും മുന്നേ നമ്മളിവിടെ എ ഒക്കെ ആരാന്ന് എടുത്തെഴുതി വെക്കണ്ടേ? a = എന്താണ്? -3 ആണ്. ദെൻ n എന്ന് പറയുന്നത് എന്താണ്? 11 ആണ് അല്ലേ. പിന്നെ എന്താ നമുക്കിനി ചെയ്യേണ്ടത്? ഡിഫറൻസ് കാണാനുണ്ട്. ഡിഫറൻസ് ഡി കാണുമ്പോൾ നിങ്ങൾ നല്ലപോലെ കെയർഫുൾ ആകുക. ഡിഫറൻസ് കാണാനായിട്ട് എന്താ ചെയ്യേണ്ടത് നോക്കിയേ. അതായത് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം. സോ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, അങ്ങനെയാണ് നമ്മളോട് ചെയ്യേണ്ടത്. സോ നമുക്കത് ചെയ്യാം. -1/2 മൈനസ് എന്താണ്? -3 വരും അല്ലേ. അപ്പോൾ ഇത് നമുക്കങ്ങനെ വെറുതെ ചെയ്തെടുക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലേ. LCM നമ്മൾ കാണേണ്ടതായിട്ട്. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇതിനെ അങ്ങ് ബ്രാക്കറ്റിലിടാം കേട്ടോ. അപ്പോൾ D = -1/2, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ പ്ലസ് ആവും. കണ്ടോ? +3. അപ്പം നമുക്ക് എന്ത് കിട്ടി? -1/2 +3 ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഇട്ട് ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ. ഇപ്പോൾ -1 + 3 സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ 2 ദെൻ /2 അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റാണ്. കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. -1/2 +3 എന്നാണ്. ഇതിൻ്റെ അടിയിൽ ഒരു 1 ഉണ്ടെന്നാണ് മീനിങ് അല്ലേ. വെറുതെ ഒരു നമ്പർ ഇരുന്നാലും അതിൻ്റെ അടിയിൽ ആരുണ്ട്? ഒരു 1 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ LCM എന്ന് പറയുന്നത് എന്താണ്? 2 ആണല്ലോ. സോ നമുക്ക് എന്ത് ചെയ്യാം? LCM ഒരുപോലെ ആക്കാൻ വേണ്ടിയിട്ട് × 2 ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എന്തായിരിക്കും കിട്ടുക? പേജ് തീർന്നു. അപ്പുറത്തെ പേജിൽ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്തത്? എന്താ -1/2 + 3 എന്നാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ എന്താണ്? ഒരു 1 ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ LCM നമുക്ക് എന്താണെങ്കിലും 2 ആണ്. സോ × 2 ഇവിടെയും ഇവിടെയും ചെയ്യുക. നമ്മൾക്ക് എന്താ കിട്ടുന്നത്? നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഡിനോമിനേറ്റേഴ്സ് ഈക്വലൈസ് ചെയ്യാനാണ്. ഇവിടെ -1 എഴുതി, പ്ലസ് എന്ത് കിട്ടി? 3 × 2 = 6 എഴുതി, ബൈ ഇതെന്താ പറയുന്നത്? 2 ഇടവും കണ്ടോ. ഇവിടെ എന്തായി? 2 ആയി, ഇവിടെയും 2 ആയി. അപ്പോൾ ഒരു 2 ഇട്ടാൽ പോരെ. അപ്പം നമ്മൾക്ക് എന്ത് കിട്ടും? ഉത്തരം 5/2 കിട്ടി. കണ്ടോ? അപ്പോൾ ഇതായിരിക്കും നമ്മുടെ എന്തെന്നാ നമ്മുടെ കോമൺ ഡിഫറൻസ് അല്ലേ. D ആണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള 5/2. അത്രേ വരെ നമ്മളായിട്ടുള്ളൂ അല്ലേ. ഇനി നമ്മുടെ ഫോർമുലയിൽ നമുക്കിത് അപ്ലൈ ചെയ്ത് നോക്കാം. നമ്മുടെ ഫോർമുല എന്തായിരുന്നു? an = a + n - 1 × d ആണ്. ഇനി നമുക്കിനി എല്ലാം ചെയ്തെടുക്കാമല്ലോ. നോക്കിയേ, an എന്ന് പറയുമ്പോൾ നമുക്കിവിടെ എന്തെഴുതാം? A11 = നമ്മുടെ A എത്രയായിരുന്നു? -3 ആയിരുന്നു അല്ലേ. ക്വസ്റ്റ്യനിൽ തന്നിരുന്നത് എന്തായിരുന്നു? -3 ആയിരുന്നല്ലേ ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് ടേം. A എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ടേമാണ്. -3 ആയിരുന്നു തന്നിരുന്നത്. അപ്പോൾ -3 + n എന്ന് പറയുന്നത് എന്താണ്? 11 ആയിരുന്നു, -1. ഡിഫറൻസ് നമുക്ക് എന്താ കിട്ടിയത്? 5/2 കിട്ടി. ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താ കിട്ടിയത്? A11 = -3 + 11 - 1 × 5/2. ഇതിനെങ്ങനെ റീഡ് ചെയ്യുക? ഇൻറ്റു കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ എഴുതാം. A11 = -3 + 10 - 1 എന്ന് പറഞ്ഞാൽ എത്രയാ? 11 - 1 എന്ന് പറഞ്ഞാൽ എത്രയാ? 10. 10 × 5/2 കിട്ടി. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഈ 2 ഇതിൽ പോവില്ലേ 5 ടൈംസ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? A11 = -3 + 5 5 25.
ക്ലിയർ ആയില്ലേ? ഇനി എന്ത് ചെയ്യണം? ഇവിടെ -3ഉം 25ഉം ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും എന്നാൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്യും അല്ലേ? സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടിയ ആൻസർ കണ്ടോ? 25ൽ നിന്ന് ഈ 3 സബ്ട്രാക്ട് ചെയ്താൽ എന്താണ്? 22. അപ്പോൾ നമ്മുടെ 11th ടേം എന്തായിരുന്നു? 11th ടേം എന്ന് പറയുന്നതാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള 22. ക്ലിയർ? ഓക്കെ, താങ്ക് യു സോ മച്ച്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക കേട്ടോ.